ഹലോ ഗൈസ്, ഇത് December 31 അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വർഷത്തെ ഒരു ലാസ്റ്റത്തെ ഔട്ടിംഗ് ആയിട്ട് നമുക്കിത് കാണാം. നമ്മൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നാളെ മുതൽ ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ പുതിയൊരു വർഷം, ഈ വർഷത്തെ ലാസ്റ്റത്തെ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണേണ്. അപ്പോൾ ഇതേ ലുലുവിൽ പോകാനാണ് പ്ലാൻ. ആദ്യം നമ്മൾ മെക്ഡൊണാൾഡ്സിൽ കയറി ഒരുപാട് കളികളൊക്കെ കണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവളതേ കൈയൊക്കെ ഫാൻ്റെ അടി കൊണ്ടുപോയി വെച്ച് കൊടുത്ത് ട്രൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മെട്രോ കയറി ലുലുവിൽ പോകാമെന്നാണ് പ്ലാൻ. അത്രയും ദൂരം നമ്മൾ ബൈക്കിനാണ് പോകണം. അപ്പോൾ മെട്രോ ആണ് ബെറ്റർ എന്ന് തോന്നി നമ്മൾ മെട്രോയിൽ പോകുന്നു. ടിക്കറ്റ് എടുക്കുന്നിടത്ത് പിടിമലിയായി ഈ റുവ മെഹറിനും അവളുടെ ഡാഡിയും. അങ്ങനെ അവൾക്ക് 2 കൊടുത്ത് അവൾ ഹാപ്പിയായി. നമ്മളിതേ മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് മെട്രോ കയറി അവൾക്ക് അവിടെ നിൽക്കണം. എന്നെ കണ്ടപ്പോൾ എല്ലാവരും സീറ്റ് തന്നു, പക്ഷേ അവളെൻ്റെ മടിയിൽ ഇരുന്നൊന്നുമില്ല. അങ്ങനെ അവളവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ലുലുവിലേക്ക് പോകണ ഒരു പുതിയ വഴിയുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവളൊരു ഡോറ് കണ്ട് അവൾക്കത് ഒറ്റയ്ക്ക് തുറക്കണം. ഷീ ട്രൈ ഇറ്റ്. അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ലുലുവിൽ പോകുന്നു. അവൾ അവിടെ നിന്ന് വരത്തില്ല, സ്വയമേ നടന്നോളം. അവളുടെ ഡാഡി അവളും പിന്നെയും പിടിമലിയായി. നെക്സ്റ്റ് നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ കയറിയപ്പോഴും അവളാവത്തിലുള്ള വികൃതി കാണിച്ചു. വിളിച്ചിട്ടൊന്നും മഞ്ഞില്ല, അവിടെ ഇരുന്ന് നിരങ്ങി. നെക്സ്റ്റ് നമ്മൾ ആ ഒരു പ്ലേ ഏരിയയിലേക്ക് പോയി, ഗെയിംസൊക്കെ ഉള്ള അവിടെ പോയപ്പോൾ ആളൊക്കെ ഹാപ്പി ആയിരുന്നു. എല്ലാത്തിലും ഓടിച്ചാടി നടക്കുന്നു. പിന്നെ റൈഡിലൊക്കെ കയറില്ല, അത് മസ്റ്റ്. അതില്ലാണ്ട് അവൾക്ക് പറ്റത്തില്ല. കാർഡൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല, ബിക്കോസ് അവൾക്കത് യൂസ് ചെയ്തിട്ടുള്ള പ്ലേയിങ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മത് റീചാർജ് ചെയ്തൊന്നുമില്ല. നെക്സ്റ്റ് അവൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇതേ പുറത്തിറങ്ങി ബർഗർ കിങ്ങിൽ കയറി ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ കയറി. പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല. തിരിച്ച് ലുലുവിൽ ഇറങ്ങി നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാറ്റൂർ പോകാമെന്നാണ്. മെട്രോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മെട്രോ കയറി നമ്മൾ ആലുവയിലിറങ്ങി വണ്ടി എടുത്തു. ഹൈപ്പർ മാർക്കറ്റ് കണ്ട് സ്മാർട്ട് കണ്ടപ്പോൾ എനിക്കൊരു പെർഫ്യൂം ഓർമ്മ വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പെർഫ്യൂം, അത് ഞാൻ വാങ്ങി. അവിടെ നിന്നും വിട്ടു. നമ്മൾ ഒരു പോത്തിനെ കണ്ടപ്പോൾ അതിനെ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് മലയാറ്റൂർക്ക് വണ്ടി വിട്ടു പോയി. അവിടെ എത്താൻ ഒരു 5:45 ആയപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ പള്ളിയാണ്. പള്ളി എന്തേ അവിടേക്ക് എത്തി. നമ്മൾ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഇതൊന്നും കത്തിയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇതൊക്കെ കത്തുമായിരിക്കും. വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഭയങ്കര ഭംഗി തോന്നി. പിന്നെ ഈ പപ്പാനിനെയാണെന്ന് കത്തിക്കണം. അത് സൂപ്പറായിട്ടുണ്ട്. ഐ ലൈക്ക്. നെക്സ്റ്റ് അവിടെ ഒരു എന്താണ് കോളിഫ്ലവർ ഉണ്ടാക്കണം. അത് വാങ്ങി അവളും തിന്ന് ഞാനും തിന്ന് ഇക്കായും തിന്ന് ഹാപ്പിയായി. നെക്സ്റ്റ് നമുക്ക് അവൾക്ക് റൈഡിലൊക്കെ കയറണം എന്ന് പറഞ്ഞു. അവിടേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ അവൾ ആകെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹാപ്പി. അവൾക്ക് എല്ലാ ടോയും വേണം, എല്ലാ റൈഡിലും കയറണം. അങ്ങനെ നമ്മളൊരു റൈഡിൽ കയറി. അത് ഈ കറങ്ങുന്ന റൈഡുണ്ടല്ലോ, അതിൽ കയറി. വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ എന്തോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഭംഗിയായി തോന്നിയില്ല. പിന്നെ പപ്പാന് ഇതിന് രാത്രി ആയപ്പോൾ പപ്പാന് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ആയപ്പോൾ തിരിച്ചു വരാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോഴത്തേക്ക് ഇതേ സ്റ്റാർസ് ആൻഡ് ലൈറ്റ്സൊക്കെ കത്തിയിട്ടുണ്ട്. ഒത്തിരി പോലീസുകാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിൽ കയറി. അവിടെ എന്തെടുത്താലും 30-20 പക്ഷേ ഈ ടോയൊക്കെ 100 രൂപയാണ് കേട്ടോ വാങ്ങി വന്നപ്പോഴത്തേക്കും. പിന്നെ അവൾക്ക് ആ കട മൊത്തം വേണം. അവൾ ഫോണിന് വേണ്ടി കരഞ്ഞ് നമ്മളിതേ എല്ലാം വാങ്ങി തിരിച്ചിറങ്ങി ബൈക്കെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വീട്ടിലേക്ക്. രാത്രി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ. നല്ല സ്റ്റാർസും എല്ലാം അതെ ഭയങ്കര ഭംഗി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വീട്ടിൽ കയറാമെന്ന് ഓർത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടുന്ന് എന്താണ് ഷവർമ വാങ്ങി ബൈറ്റും ആക്കി. പിന്നെ ഒരു ക്വാർട്ടർ അൽഫാമും വാങ്ങി അതും തിന്ന് നമ്മൾ വീട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. നെക്സ്റ്റ് കൈയൊക്കെ കഴുകി ഇതേ വീട്ടിലേക്ക് പോണ്. ബൈ.